അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നും നമ്മുടെ ടീച്ചർ സരസ്വതി ടീച്ചറിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ടീച്ചറിന് ഒരുപാട് സന്തോഷമായി ഞങ്ങളെ കണ്ടതിൽ. കാരണം ഇപ്പോൾ ഏകദേശം ഒരു 25 വർഷത്തോളമായി ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് വിട പറഞ്ഞിട്ടും. ടീച്ചർ പക്ഷേ 2000-ലല്ലേ? ഞങ്ങളുടെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് ടീച്ചർ മാറിയത് 2000-ലായിരുന്നു. ഇപ്പോൾ 2025-ആയി. അപ്പോൾ ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. എങ്ങനെയുണ്ട്? ഞങ്ങളൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടോ? പിന്നെ എല്ലാവരുടെയും മുഖം കണ്ടപ്പോൾ നല്ല ഓർമ്മ, അതിനേക്കാൾ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ടീച്ചർ ആദ്യം ജോയിൻ ചെയ്തത് ഞങ്ങളുടെ സ്കൂളിലായിരുന്നു. അതെ അതെ, HLPS-ലാണ് ആദ്യം ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടുത്തെ ഓർമ്മകളൊക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ടീച്ചേഴ്സിനെയും സ്നേഹമുള്ള കുഞ്ഞുങ്ങളായിരുന്നു. നാട്ടുകാരെയൊക്കെ ഓർമ്മയുണ്ടോ? നാട്ടുകാരും അതുപോലെ തന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. അവിടെ ഞാൻ പോരുമ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര യാത്രയപ്പൊക്കെ തന്നാണ് വിട്ടല്ലേ. അപ്പോൾ നമുക്കും എപ്പോഴും LP സ്കൂളിലെ ടീച്ചർമാർ പിള്ളേർക്ക് വീട്ടിൽ മാറി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരിക്കും. അപ്പം സ്കൂളിൽ വരുമ്പം ടീച്ചർമാർ നമ്മുടെ ഒരു മാതൃത്വത്തോടെ പെരുമാറുമ്പോൾ അത് എപ്പോഴും നമുക്ക് ജീവിതാവസാനം വരെ ഓർത്ത് നിൽക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഈ LP സ്കൂളിലെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മറിച്ച് നമ്മൾ UP സ്കൂൾ അല്ലെങ്കിൽ ഹൈസ്കൂൾ +2 ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ അത്രയും ഓർമ്മ കാണത്തില്ല, ഉണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ ഓർമ്മ തങ്ങി നിൽക്കുന്നത് നമുക്ക് LP സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു LP സ്കൂൾ ജീവിതം വളരെ നല്ല ഓർമ്മകൾ നിറച്ചതിൽ ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് ടീച്ചറിനൊരു ഗിഫ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റ് കൊടുക്കാം. പിടിച്ചോ. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു സ്നേഹം വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ഓണ സമ്മാനമാണ് ടീച്ചർക്ക് സമ്മാനിക്കുന്നത്. വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു ഓണസമ്മാനം വേണ്ടായിരുന്നു, എന്നിരുന്നാലും നിങ്ങൾ ഇവിടെ വരിക എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ ഒരു സന്തോഷമല്ലേ. അപ്പൊ ടീച്ചർ ഓണത്തിന് ഈ ഒരു സാരി കൊടുത്ത് ഞങ്ങൾക്ക് ഒരു ഫോട്ടോ ഇട്ട് തന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാകും. തീർച്ചയായും. ഓക്കെ, അപ്പം നമ്മുടെ കൂടെ ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇനിയൊരു ബന്ധം അല്ലേ, നമ്മൾ ഇനിയിപ്പം ഇത് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ഇതേപോലെ നിങ്ങളുടെ ഒരു കൂട്ടായ്മ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ എല്ലാവരും അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.